ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാത്തിയോ. ടുഡേ ഐ ആം giving you some simple words, 10 words. It's very 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 important in speaking. അപ്പം ഞാനൊരു 10 വാക്കുകളാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വാക്കുകളാണ്. 10 വാക്യ ആജ് मैं आपको देता हूँ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ വരുക എന്ന് പറയും അല്ലേ, വരുക അല്ലേ, കം, കമോൺ അല്ലേ, ആയേ, വാങ്കോ, ഇതൊക്കെയാണ് നമ്മൾ പറയാനുള്ളത്. ഏതാ ഈ 3 ഭാഷകളിൽ 4 ഭാഷകളിലായിട്ട് ഇതൊക്കെയാണ് ഉപയോഗിക്കാറ് അല്ലേ. അതുപോലെ അവോസ്തോ, നേപ്പാളിമേ അവോസ്തോ അല്ലേ. അതുപോലെ പോവൂ, പോവുക അല്ലേ, ഗോ അല്ലേ. അതുപോലെ നമ്മൾ ഹിന്ദിയിൽ പറയും ജാओ, ജായിയേ അല്ലേ, പോകൂ, പോങ്കോ തമിഴിൽ അല്ലേ, ജാ ഹിന്ദി നേപ്പാളി മേ. അപ്പോൾ ഇങ്ങനെ കുറേ. അതുപോലെ മറ്റൊന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാറ്റിലും വരുന്നതാണ് ഇരിക്കുക അല്ലെങ്കിൽ ഇരിക്കൂ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഇംഗ്ലീഷിൽ എന്താണ് സിറ്റ് ഡൗൺ അല്ലേ, അല്ലെങ്കിൽ പറയാം എന്താണ് പ്ലീസ് ബി സിറ്റ് ഡൗൺ. കുറച്ചുകൂടി റെസ്പെക്റ്റ് കൂട്ടി പറയുമ്പോൾ പ്ലീസ് ബി സിറ്റ് ഡൗൺ. അല്ലെങ്കിൽ ടേക്ക് യുവർ സീറ്റ് എന്ന് പറയും. ടേക്ക് യുവർ സീറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് എടുക്കാനല്ല പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ശൈലി അല്ലേ. അതുപോലെ ഹിന്ദിയിൽ ബൈട്ടിയേ, ബൈട്ടോ അല്ലേ. അതുപോലെ തമിഴിലാവുമ്പോൾ ഇൻ തമിഴ് ഉക്കാറുങ്കോ അല്ലേ. അതുപോലെ നേപ്പാളി മേ ബസ്നോസ്തോ അല്ലേ, പറഞ്ഞാൽ എന്താണ് ഇരിക്കൂ, റെസ്പെക്ട്. നല്ല റെസ്പെക്റ്റ് ഇരിക്കുക എന്നൊക്കെ പറയാറുണ്ട്. ബസ് ദേഷ്യപ്പെട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാറ്റിലും അങ്ങനെ ഓരോരോ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, അതിലുള്ള വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഈ 2-3 ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് മെമ്മറിയിൽ വെക്കണം. കാരണം ഇത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അല്ലേ. മറ്റൊന്ന് നമുക്ക് നോക്കാം, സ്റ്റുഡൻറ്റ് അല്ലേ, വിദ്യാർത്ഥി അല്ലേ, വിദ്യാർത്ഥി എന്ന് പറയും അല്ലേ. അതുപോലെ ഹിന്ദി മേ ഛാത്ര അല്ലേ, ഛാത്ര ഹിന്ദിയിൽ പറയും അല്ലേ. അതുപോലെ തമിഴിൽ സാധാരണ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ അതുപോലെ മറ്റൊന്ന് നോക്കാം നമുക്ക്, മൂൺ, ചന്ദ്രൻ അല്ലേ, ചന്ദ്രമാ. തമിഴ് സന്ദിരൻ എന്ന് പറയും, മനസ്സിലായില്ലേ. അപ്പോൾ മൂൺ, ചന്ദ്രമാ, ചന്ദ്രമാ നേപ്പാളി ബി. അതുപോലെ പിന്നെ ഒന്ന് പറയാം നമുക്ക് എന്താണ് സ്കൂൾ അല്ലേ. സ്കൂൾ ശരിക്കും മലയാളത്തിൽ പാഠശാല എന്നൊക്കെയാണ് കേട്ടോ. സ്കൂൾ, പള്ളിക്കൂടം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തമിഴിലും സ്കൂൾ തന്നെയാണ് ഉപയോഗിക്കരുത്. കാരണം തമിഴിൽ പല വാക്കുകളും, ഫോർ ആൻ എക്സാമ്പിൾ ചായക്ക് അവർ ടീ തന്നെ ഉപയോഗിക്കുള്ളൂ, ചായ, മനസ്സിലായില്ലേ. നമ്മൾ പറയുന്ന ചായക്ക് ടീ തന്നെ ഉപയോഗിക്കും അല്ലേ പൊതുവായിട്ട്. അതുപോലെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നപ്പോൾ ഇത്രയും വാക്കുകൾ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വാക്കുകളാണ്. ബിക്കോസ് ദീസ് വേർഡ്സ് ആർ യൂഷ്വലി യൂസ്ഡ് ഇൻ വെൻ വി ടോക്ക് അല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാം കളി, പ്ലേ, പ്ലേ കളി, ഖേൽ അല്ലേ, വിളയാട്ടം തമിഴ് വിളയാട്ടം അല്ലേ. കളിക്കാരനാണെങ്കിൽ ഖില്ലാടി എന്ന് പറയും, മനസ്സിലായില്ലേ, ഖില്ലാടി പ്ലെയർ. അപ്പോൾ കളി, കളിക്കാരൻ. പിന്നെ വരുന്നത് മല എന്ന് പറയും നമ്മൾ, മല, ഹിൽ, പഹാഡ് അല്ലേ, മലൈ തമിഴ് മേ. അപ്പോൾ ഇത്രയും വാക്കുകളായി. ഇനി ഞാൻ പറയുന്നത് മറ്റൊന്ന് പറയാം, കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട് അല്ലേ, ഈറ്റിംഗ് അല്ലേ. അതുപോലെ ഖാന, ഖായിയേ അല്ലേ, ഖാവോ എന്നൊക്കെ ഉപയോഗിക്കും. സാപ്പിടുങ്കോ തമിഴ് മേ, സാപ്പിട്, സാപ്പിടുങ്കോ. ഇത്രയും വാക്കുകളായി. അതുപോലെ നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും നമ്മൾ 8-10 വാക്കുകളായി. ഇനിയിപ്പോൾ നമ്മൾ പറയും വലുത് അല്ലേ, ലാർജ്, ബഡാ, പെരുസ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം സംസാരത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന വാക്കുകളാണിവ. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഏത് ഭാഷയായിക്കോട്ടെ ഇതുപോലുള്ള വാക്കുകൾ പഠിച്ചുകൊണ്ട് നമുക്ക് സംസാരത്തിലേക്ക്, നീണ്ട സംസാരത്തിലേക്ക്. ഞാൻ ഇതിൽ മുമ്പേ എൻ്റെ ക്ലാസ്സുകളിൽ കുറേ കോൺവെർസേഷൻസ്, കാരണം സംഭാഷണങ്ങൾ 2 ആൾ തമ്മിൽ, 3 ആൾ തമ്മിൽ, 4 ആൾ തമ്മിൽ പല സിറ്റുവേഷനിലായി സംഭാഷണങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടി നിങ്ങൾ നോക്കുക, റിവൈസ് ചെയ്യുക.
അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഈ ചാനലുകൾ നിങ്ങളുടെ തടവില്ലാതെ അത് കണ്ടിന്യൂ ആയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് എൻ്റെ ലിങ്കുകൾ. മൈ യൂട്യൂബ് ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ്, പ്രകാശ് TK Menon. Subscribe it, otherwise you can get the continuation of the classes. Then share it maximum as you can. അതായത് സബ്സ്ക്രൈബ് ചെയ്തിൽ നിങ്ങൾക്ക് തുടർച്ച കിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളിത് കണ്ട് പഠിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടും. ദെൻ ഫേസ്ബുക്ക് മൈ ലിങ്ക് സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108, സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ് 108, ഫോളോയിങ് and share. Then Instagram, my link Prakash TK7, Prakash TK7, following and share. Okay, then see you in my next video. Okay, then good night, Shubharatri.